നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10ലെ ഗ്ലിംസ് ഓഫ് ഇന്ത്യ എന്ന ലെസൺ ആണ്. ലെസൺ നമ്പർ 7 ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന ലെസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 3 പാർട്സ് ഉണ്ട്. ഈ ലെസണിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. കാരണം ഇതിൽ 3 പാർട്സ് ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഷുവർ ആയിട്ടും പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്യാവശ്യം എളുപ്പമാണ് ഈ ലെസൺ പഠിക്കാനും. സോ എല്ലാ പാർട്സും നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, നമുക്ക് ലെസണിലോട്ട് കിടക്കാം. ദി ബേക്കേഴ്സ് ഫ്രം ഗോവ. ആ ഒരു പോർഷൻ എഴുതിയേക്കുന്നത് ലൂസിയോ റോഡ്രിഗസ് ആണ്. ഓക്കെ, so bakers from Goa revolves around the relevance of bakers of Goan culture. അപ്പോൾ ഗോവൻ കൾച്ചറിലുള്ള ബേക്കേഴ്സിന്റെ സ്റ്റോറിയാണ് അതിൽ പറയുന്നത്. പോർച്ചുഗീസ് ഗോവ റൂൾ ചെയ്ത സമയത്ത് ആയിരുന്നു ഈ ബ്രെഡ് മേക്കേഴ്സ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടൈമിൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, this is a pen portrait of a traditional Goan village bakers who still has important place in this society. അപ്പോൾ ഇവർക്ക് ഇപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് സൊസൈറ്റിയിലുള്ളത്. Our elders are often heard reminding nostalgically about the good old Portuguese days. The Portuguese and their famous loaves of bread. Those eaters of loaves might have vanished, but the makers are still there. So ഇവിടെ പറയുന്നുണ്ട് എന്താണ്, those eaters loves might have vanished എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ ഇഷ്ടപ്പെട്ടവർ ചിലപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിരുന്നാലും ആ മേക്കേഴ്സ് ഇപ്പോഴും ഉണ്ട്. We still have among us mixers, molders and all those baked loaves. Those all age, all time test furnace still exists. The fire in the furnace has not been yet extinguished. എന്ന് പറഞ്ഞാൽ ഇതുവരെ തീ അണച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. The third and guild of the traditional bakers, bamboo herding, his arrival in the morning can still be heard in some places. Maybe the father is not alive, but the son still carries the family profession. These bakers are even today are known as padders in Goa. Okay, അപ്പോൾ റിമൈനിങ് നൊസ്റ്റാൾജിയ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, റിമൈൻസിങ് നൊസ്റ്റാൾജിക് മീൻസ് എന്താണ്, ദ പാസ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ലോവ്സ് മീൻസ് എന്താണ്, ലോവ്സ് ഓഫ് ബ്രെഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. വാനിഷ്ഡ് മീൻസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ്. മോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഷേപ്പ്, മോൾഡ് ഷേപ്പ് വരുന്ന സംഭവം. ഫർണസ് മീൻസ് എന്താണ്, നമ്മൾ തീ കൊളുത്തുന്ന സ്ഥലം. എക്സ്റ്റിങ്ക്വിഷ് മീൻസ് കത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് എന്താണ്, അവിടെ ഒരു ഹേർഡറിങ് മീൻസ് അനൗൺസിങ്. പാഡർ മീൻസ് പോർച്ചുഗീസ് ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോർച്ചുഗീസ് ലാംഗ്വേജിൽ ബേക്കേഴ്സിനെ പാഡേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി പറയുന്നത് ബാക്ക് ടൈം പോർച്ചുഗീസ് ഗോവ റൂൾ ചെയ്ത സമയത്ത് ധാരാളം ബ്രെഡ്, ഭയങ്കര അന്നത്തെ ബ്രെഡ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ ആ ഗുഡ് ഓൾ ഡേയ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദേ പോണ്ട് ഓവർ ദ പാസ്റ്റ് ആൻഡ് ടെൽ ദം പോർച്ചുഗീസ് ഹാസ് ലെഫ്റ്റ് ഗോവ. പോർച്ചുഗീസ് ഗോവ വിട്ടെങ്കിലും ബട്ട് അവര് അത് വിട്ടു പോയെങ്കിലും ആ ഒരു ബ്രെഡ് ഇപ്പോഴും ഗോവയിൽ തന്നെ ഉണ്ട്. ആ ബേക്കേഴ്സ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എവറിത്തിങ് അബൌട്ട് ബേക്കിംഗ് ഇസ് സ്റ്റിൽ സെയിം. പണ്ട് എങ്ങനെയാണോ ബേക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആ മോൾഡുകളും ആ ഫർണസുകളും ഇപ്പോഴും അവിടെ ഉണ്ട്. അതുപോലെ സൗണ്ട് ഓഫ് വാട്ട്, ട്രഡീഷണൽ ബേക്കർ ബാംബൂസ്, ആ സൗണ്ട്. അതുപോലെ ക്യാൻ സ്ട്രൈക്ക് ഹിയർ ജസ്റ്റ് ദ ഓൾഡർ നെയിംസ്, പണ്ട് കേൾക്കുന്ന ആ ശബ്ദങ്ങളെല്ലാനും ഇപ്പോഴും ഉണ്ട്. ഡ്യൂറിങ് അവർ ചൈൽഡ്ഹുഡ് ഇൻ ഗോവ ദ ബേക്കേഴ്സ് യൂസ് ടു ബി അവർ ഫ്രണ്ട്, കമ്പാനിയൻ ആൻഡ് ഗൈഡ്. ഹി യൂസ് to come at least twice a day. Once he has sent out in the morning on his selling round, and then again he returned after emptying huge basket. The jiggling thud of the bamboo woke up from the sleep, and we ran meet and read them. Why was it so? Was it for the love of the loaf? Not at all. The loaves are brought from some paskins or bastions, the maid servant of the house. Was that long for those bread bangle which was chosen carefully? Sometimes it was sweet bread of special mix. ഓക്കെ, അപ്പൊ ബ്രെഡിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ
ഡ്യൂറിങ് അവർ ചൈൽഡ്ഹുഡ്, ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ടൈമിൽ ഞങ്ങളുടെ ബെസ്റ്റ് കമ്പാനിയൻ ഈ ബേക്കേഴ്സ് ആയിരുന്നു. അവര് 2 പ്രാവശ്യം ദിവസേന വരും. അപ്പോൾ വരുമ്പോ എന്താണ് ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. നമ്മുടെ ഐസ്ക്രീം വണ്ടിയൊക്കെ വരുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കില്ല, അതുപോലെ. വൺസ് വി സെറ്റ് ഔട്ട് ദ മോർണിംഗ് ഹിസ് സെല്ലിംഗ് റൗണ്ട് ആൻഡ് ദെൻ അഗെയിൻ, എവിടെയാ വൈകുന്നേരവും ഈ ബാസ്ക്കറ്റ് എം ടി ആക്കിയതിന് ശേഷം ഞങ്ങൾ കാണും. ജിഗ്ലിംഗ് തട്ട് മീൻസ് മേക്കിംഗ് നോയ്സ്. ഓക്കെ. ഓഫ് ഹിസ് ബാംബു വോക്കപ്പ്, ഞങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അയാളുടെ ആ ബാംബു ഇതിന്റെ ഒച്ച കാരണം ഞങ്ങൾ എന്ത് ചെയ്യും, എണീറ്റ് ഓടിച്ചെന്ന് അയാളെ ഗ്രീറ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ബ്രെഡിനോടുള്ള ഇഷ്ടമാണോ എല്ലാം കൊണ്ടാണോ എന്നും അറിയില്ല, എന്തുകൊണ്ടോ. ദ ചിൽഡ്രൻ വർ സോ എക്സൈറ്റഡ് ടു മീറ്റ്. വൈൽ ദ ബാംഗിൾസ് വർ ഫോർ ചിൽഡ്രൻസ് ലോഫുകൾ അഡൽട്ടുകൾക്കുമായിരുന്നു. ജനറലി കളക്റ്റഡ് ബൈ ദ മെയ്ഡ് സെർവൻറ്റ്, അത് വാങ്ങിക്കുന്നത് നമ്മുടെ ബേക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ ബ്രെഡൊക്കെ വാങ്ങിക്കുന്നത് ആരായിരിക്കും, മെയ്ഡുകളായിരിക്കും. അവിടെ വീട്ടു ജോലിക്ക് നിൽക്കുന്ന മെയ്ഡ് സെർവൻസ് ആയിരിക്കും അത് വാങ്ങിക്കുന്നത്. ഓക്കെ. ചില ദിവസങ്ങളിൽ എന്തായിരിക്കും, സ്പെഷ്യൽ ഫ്ലേവേഴ്സിലുള്ള ബ്രെഡുകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ദ മേക്കേഴ്സ് മെയ്ഡ് ഹിസ് മ്യൂസിക്കൽ എൻട്രി ഓൺ ദ സീൻ വിത്ത് glug glug sound is a special bamboo staff. One hand supported the basket on his head and other bangle bamboo on the ground. He would greet the lady of the house with good morning and then place his basket on vertical bamboo. We kids would push aside with a mild rebuke and loaves would be delivered to the servant. But we would not give up. We would climb a bench or a parapet and peek into the basket. Somehow, I can still recall the typical fragrance of the loaves for elders and the bangles for children. Then we did not even care to brush our teeth or wash our mouth properly. And why should we? Who would that trouble of buckling the mango leaf of toothbrush? And was it necessary at all? The tiger never brushes his teeth. Hot teeth could wash and clean up everything so nicely after all. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ബേക്കേഴ്സ് വരുമ്പോ ഒരു മ്യൂസിക്കൽ എൻട്രി ആണ്. ഖലക് ഖലക് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ സൗണ്ട്, ബാംബു സൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു ഹാൻഡ് എവിടെ ആയിരിക്കും, അവരുടെ ബാസ്ക്കറ്റിൽ, മറ്റേത് ഈ ഒരു ബാംബൂലും ആയിരിക്കും. ഓക്കെ. അപ്പൊ വരുന്ന സമയത്ത് തന്നെ വീട്ടിലുള്ള ലേഡീൻ്റെ അടുത്ത് ഗ്രീറ്റ് ചെയ്യും, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും. അതിനുശേഷം അവരുടെ ബാസ്ക്കറ്റ് എടുത്തിട്ട് താഴെ വെക്കും. അപ്പൊ കിഡ്സ് എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഒക്കെ അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ പിടിച്ചു കയറിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ വിട്ടു കൊടുക്കില്ല. കാരണം എന്താണ്, എവിടെയെങ്കിലും ഒക്കെ കയറി ബെഞ്ചിന്റെ പൊക്കത്ത്, പാരപ്പറ്റിന്റെ എവിടെയെങ്കിലും ഒക്കെ പൊക്കത്ത് കയറിയിട്ട് അത് നോക്കിയിരിക്കും. ആൻഡ് ഇപ്പോഴും ആ ഒരു ടിപ്പിക്കൽ ഫ്രാഗ്രൻസ്, നമുക്ക് ആ ബ്രെഡിന്റെ മണം ഇപ്പോഴും കിട്ടും എന്നാണ് അവർ പറയുന്നത്. എപ്പോഴും ലോഫ്സ് കൊടുക്കുന്നത് എൽഡേഴ്സിനും, അതുപോലെ തന്നെ ബാംഗിൾസ് ആണ് ആർക്ക് കൊടുക്കുന്നത്, കിഡ്സിന്. ബാംഗിൾസ് മീൻസ് ഷേപ്പ് ഓഫ് ഒരു സ്പെഷ്യൽ ഷേപ്പ് ഓഫ് ബ്രെഡ് ആണ്. ഓക്കെ. അപ്പൊ അതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആൻഡ് പല്ലൊന്നും തേക്കൊന്നുമില്ല, അതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, അതെടുത്ത് കടിക്കും. അപ്പൊ അവര് പറയുന്ന റീസൺ എന്താന്ന് പറഞ്ഞാൽ, ടൈഗർ ഒന്നും ഒരിക്കലും ബ്രഷ് ചെയ്യാറ് പോലും ഇല്ല. അപ്പൊ അതുപോലെ ഞങ്ങൾ എന്തിനു ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. Marriage gifts are meaningless without the sweet bread known as bowl. അപ്പൊ marriage gifts are meaningless without the sweet known as the bowl. Just as a party or feast lost its charms without bread. അപ്പൊ മാരേജ് ഫംഗ്ഷൻ എന്തായാലും ബോൾ എന്ന് പറയുന്ന സ്പെഷ്യൽ സ്വീറ്റ് ബ്രെഡ് കൊടുക്കണം. പാർട്ടിക്ക് അതില്ലാതെ പറ്റത്തില്ല. Not enough can be said to show how important our bakers can be for village. The lady of the house must prepare sandwich on occasions of her daughter's engagement. അപ്പൊ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ബ്രെഡ് യൂസ് ചെയ്തിട്ട് സാൻഡ്വിച്ചസ് ഉണ്ടാക്കും. കേക്ക്സ് ആൻഡ് ബോളിംഗ് ഹാർസ് മസ്റ്റ് ബി ക്രിസ്മസ് ടൈമിൽ ഇത് എന്തായാലും വേണം. ദസ് ദ പ്രസൻസ് ഓഫ് ബേക്കേഴ്സ് ഫർണസ് ഇൻ വില്ലേജ് ഇസ് അബ്സല്യൂട്ട്ലി നെസസറി. അപ്പൊ ഏത് നേരവും ബേക്കറിന്റെ പ്രസൻസ് എന്ത് ചെയ്യണം, ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് മാരേജിനായാലും എന്ത് ഫംഗ്ഷൻസിനായാലും ബ്രെഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Bakers or bread sellers of those days had a peculiar dress known as kabai. It was the single piece long frock reached down the knees. ഒരു സിംഗിൾ ഫ്രോക്ക് പോലെ നീ വരെ റീച്ച് ചെയ്യുന്ന ഒരു ഡ്രസ്സായിരുന്നു. In our childhood, we saw bakers wearing a shirt and trousers which were shorter than full length one. എന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട്സും അതുപോലെ തന്നെ ഷർട്ടും ഇട്ടിട്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പാൻറ്റിന്റെ അത്ര നീട്ടം ഇല്ലാത്ത ഷോർട്സ്.
Even today, anyone who wears a half pant which reaches just below the knees invite the comment he his dressed like a pad. അപ്പൊ ആരെങ്കിലും ഇപ്പോഴും എത്ര നീനും പൊക്കത്തുള്ള പാൻസിന്റെ അത്രയും നീട്ടമില്ലാത്ത ട്രൗസേഴ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോഴും നമുക്ക് എന്ത് തോന്നും, അവര് ബേക്കേഴ്സിനെ പോലെ ഡ്രസ് ചെയ്തേക്കണ പോലെ. Bakers usually collect his bill at the end of the month. Monthly accounts used to be the record of some on the wall in pencil. Baking was indeed a profitable profession in all days. Bakers and his family never starved. He and his family servants looked happy and prosperous. Their plump physique was a open testimony to this. Even today, any person with a jackfruit-like physical appearance is easily compared to baker. അപ്പൊ ബേക്കേഴ്സ് എന്ത് ചെയ്യണം, മന്ത്ലി ആണ് അവരുടെ ബിൽസ് നോക്കുള്ളൂ. അവരുടെ ബില്ല് എന്ന് പറഞ്ഞാൽ മുതലുമൊക്കെ പെൻസിൽ വെച്ചിട്ട് എഴുതിയിട്ടേക്കുന്നതായിരിക്കും അവരുടെ ബില്ല് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയായിരുന്നു. പിന്നെന്താണ്, എപ്പോഴും നമുക്കൊരു എന്താണ് ഒരു ബേക്കറിന്റെ ഫാമിലിനെ കണ്ടാൽ ഡെഫിനറ്റ് ആയിട്ടും മനസ്സിലാവും. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം ഹാപ്പിയും പ്രോസ്പെറസും അവരുടെ ഫിസിക്കലി എന്ന് പറഞ്ഞാൽ കാണാൻ ഇച്ചിരി തടിച്ചുണ്ടച്ചൊക്കെ ഇരിക്കണ്ടാവും. അപ്പൊ ഇപ്പോഴും ഏതെങ്കിലും ഒരാൾ ഇച്ചിരി നല്ല അത്യാവശ്യം വണ്ണമൊക്കെ ആയിട്ട് ഒരു ജാക്ക് ഫ്രൂട്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചക്കപ്പോത്ത് പോലെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിന് അയാളൊരു ബേക്കർ ആയിരിക്കും, അല്ലെങ്കിൽ ബേക്കറിന്റെ ഫാമിലി പെട്ട ഒരാളായിരിക്കും എന്ന് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ നമ്മുടെ ബേക്കേഴ്സ് ഓഫ് ഗോവ എന്ന പോർഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൂർഗിലാണ്. ഓക്കെ, അപ്പൊ കൂർഗ് എന്ന് പറയുന്നത്, കൂർഗ് ഈസ് എ കോഫി കൺട്രി ഫേമസ് ഫോർ റെയിൻ ഫോറസ്റ്റ് ആൻഡ് സ്പൈസസിനും റെയിൻ ഫോറസ്റ്റിനും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മിഡ്വേ ബിറ്റ്വീൻ മൈസൂർ ആൻഡ് ദ കോസ്റ്റൽ ടൗൺ ഓഫ് മാംഗ്ലൂർ സിറ്റ് എ പീസ് ഓഫ് ഹെവൻ that must have a kingdom of God. From the kingdom of God, the land rolling hills is inhabited by the proud race of material men and beautiful women and wild creatures. Coorg or Kodak is the smallest district of Karnataka, the home to evergreen spices, rainforest and coffee plantation. Evergreen rainforest is 30% of the district. During the monsoon, it pours enough to keep many visitors away. The season is a joy of commence from September till March. The weather is perfect, with some showers through from the good measures. The air breathes is investigating coffee estates and colonial bungalows stands tucked under the tree canopies in prime corners. ഓക്കെ, അപ്പം നമ്മുടെ മൈസൂരിന്റെയും അതുപോലെ തന്നെ മാംഗ്ലൂരിന്റെയും, മാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോസ്റ്റൽ സൈഡാണ്. മൈസൂരിനും മാംഗ്ലൂരിനും എത്രയും മുമ്പ് ഒരു ചെറിയ പീസ് ഓഫ് ഹെവൻ ഉണ്ട്, ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തില് എന്താണ്, പ്രൗഡ് റേസ് ഓഫ് മാട്രിയൽ മീൻസ് യുദ്ധങ്ങൾ ചെയ്യിച്ച മെന്നും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിമനും വൈൽഡ് ക്രിയേച്ചേഴ്സും ഒക്കെ ഉള്ള ഒരു നാട്, അതാണ് കൂർഗ് അല്ലെങ്കിൽ കൊടക്. അത് നമ്മുടെ കർണാടക ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ എവർഗ്രീൻ ഫോറസ്റ്റുകളും സ്പൈസസും കോഫി പ്ലാന്റേഷനും ആണ് കൂടുതലായിട്ടുള്ളത്. 30% ആ സംസ്ഥാനത്തിന്റെ എന്താണ് എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആണ്. പിന്നെ ജോയ് ഓഫ് കൊമേഴ്സ് ഫ്രം സെപ്റ്റംബർ ടിൽ മാർച്ച്. അപ്പൊ സെപ്റ്റംബർ ടു മാർച്ച് ആണ് അടുത്ത നല്ല ടൈം. അവിടെ മഴ പെയ്യും, ഷവർ ചെയ്യും, അതുപോലെ തന്നെ കോഫിയുടെ സ്മെല്ലായിരിക്കും എല്ലാവിടവും. പിന്നെ കോഫി എസ്റ്റേറ്റ്സും അതുപോലെ തന്നെ കൊളോണിക്കൽ ബംഗ്ലാവുകളും കാണാൻ പറ്റും. ട്രീ കനോപ്പീസ് ഫ്രം പ്രൈം കോർണർ. ഓക്കെ, the freshly independent people of Coorg as possible of the Greek or Arabic descent. പറഞ്ഞാൽ അവർ മിക്കവാറും ഗ്രീക്ക് അല്ലെങ്കിൽ അറബിക് ഡെസെൻഡേഴ്സ് ആയിരിക്കും എന്ന പരമ്പരയുള്ളത്. As one story goes, a part of Alexander's army moved south along the coast, settled where it returned become impractical. These people marriage amongst the locals and their culture is apparent and the material tradition. The marriage is religious rites which are distinct from Hindu mainstream. The theory of Arabs' origin draw the support from long black coat. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഫസ്റ്റ് അലക്സാണ്ടറിന്റെ ഒരു ആർമീനെ പറ്റിയിട്ടാണ്. പണ്ട് അലക്സാണ്ടറിന്റെ ആർമി ഈ വഴി പോയ സമയത്ത് അലോങ് ദ കോസ്റ്റ് കുറച്ചു പേര് എന്ത് ചെയ്തു, ഇവിടെ തന്നെ സെറ്റിൽഡ് ആയി പോയി. അവരിവിടെ ഉള്ള വിമനെ കല്യാണം കഴിക്കുകയും എന്താണ് ഇവര് കുറച്ച് ഡിഫറെന്റ് രീതിയിലുള്ള ഒരു ഹിന്ദുയിസം ആണ് ഫോളോ ചെയ്യുന്നത്.
ഇനി അറബ്സിന്റെ ഒരു ഒപ്പീനിയനിൽ അവർ വേറെ ബ്ലാക്ക് കോട്ട് with a embroidery base belt worn by Kodavs, known as the kufi, which resemble coffin worn by the Arabs in Quds. എന്ന് പറഞ്ഞാൽ അറബ്സ് വെയർ ചെയ്യുന്ന കുഫായി എന്ന ഡ്രസ്സ് പോലെയാണ് അവർ വെയർ ചെയ്യുന്ന ഡ്രസ്സ്. മീൻസ് ആ ഒരു ബ്ലാക്ക് കോട്ടില് വേസ്റ്റിൽ ഒരു എംബ്രോയിഡറി ബെൽറ്റ് ഒക്കെ ഉള്ളത്. ഓക്കെ. Kurgi homes have traditional hospitality and they are more than willing to recount numerous tales of valors related to their sons and fathers. Kurg regiment is one of the most decorated in the Indian army. അപ്പോൾ കൂർഗ് റെജിമെന്റ്, കൂർഗിൽ നമ്മുടെ റെജിമെന്റ് ഉണ്ട്, ഇന്ത്യൻ ആർമിയുടെ ഒരു റെജിമെന്റ് ഉണ്ട്. അതാണ് മോസ്റ്റ് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള റെജിമെന്റ്. ദ ഫസ്റ്റ് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ജനറൽ കരിയപ്പ വാസ് എ കൂർഗി. കൂർഗി ആയിരുന്നു അയാള്, അദ്ദേഹം. ഈവൻ നൗ കൊടുസ് are the only people in the India permitted to carry firearms without any license. അപ്പൊ നമ്മുടെ ആയുധങ്ങള് ലൈസൻസ് ഇല്ലാതെ കൊണ്ടുപോകാൻ ആകെ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? കൊടകിലെ ആളുകൾക്ക് മാത്രം ക്യാരി ചെയ്യാം, അവരുടെ കയ്യിൽ സൂക്ഷിക്കാം. The river Kaveri obtained its water from the hills and the forest of Coorg. അപ്പോൾ കാവേരി നദി ഉത്ഭവിക്കുന്നത് കൂർഗിനാണ്. മഹാസീർ, the largest fresh water is abundant in this water. ഫ്രഷ് വാട്ടർ കൂടെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. Kingfisher die from their catch, while squirrels, landed drops, particularly eaten foods and mischief of joy splash, ripen effect of the clear water. എന്ന് പറഞ്ഞാൽ കിങ്ഫിഷർ വെള്ളത്തിൽ നിന്ന് മീനെ കൊത്തി എനിക്ക് ചാടുന്നതും, സ്ക്വിറൽ എന്ത് ചെയ്യാം ഫ്രൂട്ട്സും മരത്തും കയറി ഓടുന്നതും. എലിഫന്റ്സ് എൻജോയിങ് ബീങ് bathed and scrubbed in the river by the mahots. എന്ന് പറഞ്ഞാൽ എലിഫന്റ്സ് കുളിച്ച് ഇറങ്ങുന്നതും. The most laid back individual converts to the life of high energy adventure with water rafting. അവിടെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ റാഫ്റ്റിംഗ്, കനോപ്പിംഗ്, rappelling, rock climbing, mountain biking, numerous walking trails and religious favorite for trekkers. This region is favorite for trekkers. അപ്പോൾ ട്രക്കേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്താണ്, കാരണം ധാരാളം ട്രെക്കിംഗ് ആക്ടിവിറ്റീസും അങ്ങനെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ ലൈഫിനെ തന്നെ എൻ്റയർലി കുറച്ചെങ്കിലും ചേഞ്ച് ചെയ്യുന്ന കുറെ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. ഇനി ബേർഡ്സ്, ബീസ്, ബട്ടർഫ്ലൈസ് എല്ലാവരും നമുക്ക് കമ്പനി ചെയ്യും. മക്കാക്കൂസ്, മലബാർ സ്ക്വയൽസ്, ലാങ്കോസ്, സ്ലെൻഡർ ലോറീസ്. അപ്പൊ നമ്മുടെ കണ്ണിന് കാഴ്ചയാകും, നല്ല കുളിർമയാകുന്ന കാഴ്ചകളായിരിക്കും. അങ്ങനെ ധാരാളം ടൈപ്പ് ഓഫ് ആനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ടാവും. I do, however, prefer to step aside the wild elephant. The climb to Brahmagiri Hills bring you a panoramic view of the entire misty landscape of the Coorg. അപ്പോൾ ബ്രഹ്മഗിരി ഹിൽസ് കയറുമ്പോൾ നമുക്ക് ഒരു പാനോമിക് മീൻസ് വൈഡ് വ്യൂ കിട്ടും കൂർഗിന്റെ. A walk across the rope bridge leading to the 64 arc islands in Nesargadam, running into the Buddhist monk from India's largest Tibet settlement. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ടിബറ്റിയൻ സെറ്റിൽമെന്റ് ആയിട്ടുള്ള ബൈലക്കുലെ ഈസ് ബോണസ്. അവിടെ ചെന്ന് അതും കാണാൻ നമുക്ക് സാധിക്കും. The monks in red, warriors in yellow robes, and most of the surprise and wait to be discovered by the visitor, searching the heart and soul of India right here in Coorg. അപ്പൊ ഇന്ത്യയുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഹോട്ട് ആൻഡ് സോള് കൂർഗില് എന്തായാലും ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി വെക്കേഷൻ ഒക്കെ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, കൂർഗ് വിസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടിയില്ലേ കൂർഗിന്റെ, നിങ്ങൾ ഡെഫിനറ്റ്ലി കൂർഗ് എന്തായാലും വിസിറ്റ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ടീ ഫ്രം ആസാം ആണ് നമുക്ക് ഇനി വായിക്കാനുള്ളത്. ഓക്കെ. Paranjol, a youngest from Assam, and Rajveer, a classmate at the upper school in Delhi. Paranjol's father is the manager of the tea garden in the upper Assam, and Paranjol has invited Rajveer to visit his home during the summer vacation. അപ്പൊ പരഞ്ചോളിന് ഒരു എന്തുണ്ട്, ടീ ഗാർഡൻ ഉണ്ട്. അപ്പൊ അത് വിസിറ്റ് ചെയ്യാനായിട്ട് രജ്വീറിന്റെ അടുത്ത് വരാൻ പറഞ്ഞേക്കാണ്. Chai gram chai, a vendor called out the high pitched voice. അപ്പൊ ഇങ്ങനെ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കണേ, ചായ് ഗരം ചായ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. He came up the window and asked, "Chai, sir? Give us 2 cups." Paranjol said. They sipped the steaming hot liquid.
Almost everyone in the compartment was drinking tea too. Do you know over 30 crore cups of teas are drunk every day throughout the world? Rajveer said. True, proclaimed Rancho. Tea is really very popular. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരും പഞ്ചോളിന്റെ പ്ലേസിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ അവിടെ പോകുന്ന വഴിക്ക് അവര് 2 കപ്പ് ചായ കുടിക്കണാണ്. അപ്പൊ അവര് പറയണ ഒരു ഫാക്റ്റ് ആണ്, ഈ ലോകത്തില് 80 crore കപ്സ് എങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും കുടിച്ചു തീർക്കും ടീ. അപ്പൊ ടീ ഭയങ്കര പോപ്പുലർ ആണെന്നാണ് പറയുന്നത്. The train pulled out the station. Paranjol buried his nose in his detective book again. Rajveer too was an ardent fan of detective stories, but at the moment he was keen and looking at the beautiful scenery. ഓക്കെ, അപ്പൊ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ പരഞ്ചോൾ എന്ത് ചെയ്യുക, അവരുടെ ഡിറ്റക്റ്റീവ് ബുക്കില് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രജ്വീറിനും ആക്ച്വലി ഹി ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. ബട്ട് അവൻ എന്ത് ചെയ്തു, അവൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള സീനറീസ് ഒക്കെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ഗ്രീൻ എവ്രിവെയർ. രജ്വീർ ഹാസ് നെവർ സീൻ മച്ച് ഗ്രീനറി. അപ്പൊ രജ്വീർ ഇതിനു മുമ്പ് ഇത്രയും ഗ്രീനറി കണ്ടിട്ടില്ല. ദെൻ സോഫ്റ്റ് ഗ്രീൻ പാഡി ഫീൽഡ് gave away the tea bush. അപ്പൊ അതിനുശേഷം പാഡി ഫീൽഡ്, അതിനുശേഷം വീണ്ടും tea bush. It is a magnificent view against the backdrop of dense wooden hills. A sea of tea bushes stretched as far as eyes could see, dwarfing the tiny tea plants and the tall, sturdy shade trees. And amidst the ordinary row of bushy moved doll-like figures. അപ്പൊ ഒരു ഭയങ്കര മാഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എന്ന് പറഞ്ഞാൽ. ഫുൾ വുഡൻ ഹിൽസും അതിന്റെ അടിയിൽ എന്താ വെച്ചാൽ കുള്ളന്മാരായിട്ടുള്ള ഡ്രോപ്പിംഗ് മീൻസ് ചെറിയ ഈ പ്ലാന്റുകളും അതുപോലെ അതിന്റെ ഇടയിലായിട്ട് കുറച്ച് മരങ്ങളും എല്ലാമായിട്ട് ഭയങ്കര പ്രകൃതി രമണീയത കൊണ്ട് മൂടിയിരിക്കുന്ന സ്ഥലമാണ്. In the distance was an ugly building with smoke blowing out tall chimney. അപ്പൊ അങ്ങ് ദൂരെ ഒരു പഴയൊരു വീട് പോലത്തെ ഒരു വീട്ടില് എന്ത് ചെയ്യണ്, ഇങ്ങനെ അടപ്പിന്നൊക്കെ പുക പോകൂലേ, അങ്ങനെ പുകയൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ. Hey, a tea garden! Rajveer cried excitedly. Oh, അതൊരു ടീന്റെ ഗാർഡൻ ആണ്. അപ്പൊ രജ്വീർ ഭയങ്കര എക്സൈറ്റഡ് ആയി. Parjol had been born and brought up in the plantation. Didn't share Rajveer's excitement. അപ്പൊ പരഞ്ചോള് ഓൾറെഡി അവിടെ ജനിച്ചു വളർന്നുകൊണ്ട് അവനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. Oh, this is a tea country now, he said. Assam has the largest concentration of the plantation in the world. നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചു കാണുമല്ലോ. അസാമിലാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് പ്ലാന്റേഷൻ ഓഫ് ടീ ഉള്ളത്. You will see the gardens to the last you a lifetime. ലൈഫ് ടൈം വരെ എന്ത് ചെയ്യാം, ഗാർഡൻസ് തന്നെ ആയിരിക്കും. It have been reading as much I could about the tree. Rajveer said. ഞാൻ കുറെ ഇതിനെ പറ്റിയിട്ട് വായിച്ചിട്ടുണ്ട്. No one really know how to discover tree, but there are many legends. What legends? Well, this is about the Chinese emperor who always boiled their water before drinking. അപ്പോൾ പണ്ട് ചൈനക്കാര് എപ്പോഴും എന്ത് ചെയ്യും, വെള്ളം തിളപ്പിക്കുമായിരുന്നു കുടിക്കുന്നതിന് മുമ്പ്. One day few leaves of twinkle burning under the pot fell into the water. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു, കുറച്ച് ഇലകള് എന്ത് ചെയ്തു അതിലോട്ട് വീണു. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിന് ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് സെഡ് there were tea leaves. അതിനുശേഷമാണ് അതിന് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ടീ ലീവ്സ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. Tell me another, scoffed പറഞ്ഞു. അപ്പൊ ഓരോ എങ്ങനെയാണ് ടീ ഉണ്ടാക്കിയെന്നുള്ളൊരു ഹിസ്റ്ററി കൈൻഡ് ഓഫ് തിങ് ആണ് രജ്വീർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പരഞ്ചോള് പറഞ്ഞു വേറൊന്നും പറ. ബട്ട് വി ഹാവ് an Indian legend too. ബോധിധർമ്മ എന്ന് പറയുന്ന ആള്, an ancient Buddhist ascet cut off his eyelid because he felt sleepy during meditation. അപ്പൊ ഐലറ്റ്സ് എന്ത് ചെയ്തു, എടുത്തു മാറ്റി, കാരണം അയാൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറക്കം വരുന്നു. 10 tea plants grew up out of the eyelids. ആ ഐലിഡ്സിന് 10 tea plants ആണ് ഉണ്ടായിരുന്നത്. The leaf of this plant put in hot water and drunk banish sleep. അപ്പൊ ഇത് വെള്ളത്തിലിട്ട് ചൂടാക്കി കുടിച്ചു കഴിയുമ്പോൾ എന്ത് മാറും, ഉറക്കം മാറും എന്നാണ് പറയുന്നത്. Tea was first drunk in China. അപ്പൊ ആദ്യമായിട്ട് ടീ കുടിച്ചത് ചൈനയിലാണ്. രജ്വീർ ആഡഡ് ബാക്ക് ഇൻ 2700 BC. ആ ടൈമിലാണ്. In fact, words such as
ടീ, ചായ്, ചിൻ എല്ലാരും ചൈനീസ് വേർഡ്സ് ആണ്. ടീ കെയിം ഇൻ ടു യൂറോപ്പ് ഓൺലി ഇൻ ദ 16th സെഞ്ചുറിയിലാണ് യൂറോപ്പിലോട്ട് പോയത്. വാസ് ഡ്രങ്കൻ മോർ ആസ് എ മെഡിസിൻ ആയിട്ടാണ് കുടിച്ചത് ദാൻ എ ബിവറേജ്. വെറുതെ കുടിക്കുന്നതിനേക്കാളും അവർ മെഡിസിൻ ആയിട്ടാണ് കുറച്ചുകൂടി യൂസ് ചെയ്തത്. ദ ട്രെയിൻ ചാറ്റർ ഇൻ ടു മറിയാനി ജംഗ്ഷൻ. The boys collected their luggage and pushed their way to the crowded platform. അപ്പൊ അവര് മറിയാനി ജംഗ്ഷൻ എത്തിയതും ലഗേജ് എടുത്തിട്ട് ഇറങ്ങി. പർഞ്ചോൾസ് പാരന്റ്സ് were waiting them. അപ്പൊ അവരുടെ പാരന്റ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ they driving towards the Dekai tea garden managed by Paranjol's father. Paranjol's fatherന്റെ ടീ ഗാർഡനിലോട്ട് പോയി. And hour later the car veered sharply off the main road. They crossed a cattle bridge and entered the Dekai tea estate. അപ്പോൾ ഒരു ചെറിയൊരു സൈഡ് റോഡ് കഴിഞ്ഞ ഒരു കാറ്റിൽ ബ്രിഡ്ജ് ഒക്കെ ശേഷം അവർ ടി എസ്റ്റേറ്റിലോട്ട് കടന്നു. On the both sides of the gravel road arc upon the tea bushes were neatly pushed into some heights. അപ്പോൾ ഗ്രാവൽ റോഡിന്റെ ഇരുവശവും നല്ല ടീ ബുഷസ് നിൽക്കുന്നുണ്ടായിരുന്നു, സെയിം ഹൈറ്റിലൊക്കെ ഉള്ളത്. ഗ്രൂപ്പ് ഓഫ് ട്രീ പ്ലക്കേഴ്സ്, ടീ പ്ലക്ക് ചെയ്യുന്ന ആളുകൾ വിത്ത് ബാംബു ബാസ്കറ്റ് വെയറിംഗ് പ്ലാസ്റ്റിക് ആപ്രോണും ടീ പ്ലക്കറും അതുപോലെ തന്നെ ബാംബു ബാസ്കറ്റും പ്ലാസ്റ്റിക് ആപ്രോൺസ് ഒക്കെ ഇട്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ലീവ്സ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പർജോൾസ് ഫാദർ സ്ലോ ഡൗൺ അലോൺ എ ട്രാക്കർ ആൻഡ് പുള്ളിങ് എ trailer load of 10 tons trailer load of tea leaves to pass. അപ്പോൾ ഒരു ട്രാക്ടറിന്റെ അടുത്ത് നിർത്തി അതിൽ കൊണ്ടുപോകാനുള്ള ലീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് ഫ്ലഷ് ഓർ സ്പ്രൗട്ടിംഗ് പീരീഡ് മിസ്റ്റർ ബാറുവ, രജ്വീർ ആസ്ക്. അപ്പൊ ഇതാണോ സെക്കൻഡ് സീസൺ ആണോ എന്ന് ചോദിച്ചു. ഇറ്റ് ലാസ്റ്റ് ഫ്രം മെയ് ടു ജൂലൈ yield the best tea. അപ്പൊ മെയ് മുതൽ ജൂലൈ വരെ കിട്ടുന്നതാണ് ബെസ്റ്റ് ടീ എന്ന് പറഞ്ഞു. You seems to have done your homework before coming, Parjol's father said in surprise. അപ്പൊ നീ എന്തായാലും നിങ്ങൾ വന്നേക്കുമ്പോ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ രജ്വീർ പറഞ്ഞു, യെസ് മിസ്റ്റർ ബറുവ, ബട്ട് ഐ വിൽ ഹോപ്പ് ടു ലേൺ മോർ വൈൽ ഐ എം ഹിയർ. അപ്പൊ ഞാനിവിടെ ഉള്ള സമയത്ത് ഞാൻ കുറച്ചും കൂടി പഠിക്കും, കുറച്ചധികം ടീനെ പറ്റിയും ടീ ഗാർഡൻസിനെ പറ്റിയും ഞാൻ പഠിക്കുമെന്ന് രജ്വീർ പറഞ്ഞു. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. അപ്പൊ ഗ്ലിംസസ് ഓഫ് ഇന്ത്യ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ള പോർഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. So thank you.